ഇന്നത്തെ കല്യാണ വീടുകൾ പണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമായ കർമ്മമായിരുന്നു. എടോ, പെണ്ണ് കാണാൻ പോയി ഒരു പയ്യനൊരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് നിക്കാഹ് കഴിക്കാനാ. ഇപ്പൊ കാലം മാറി, ഇപ്പൊ നിക്കാഹൊന്നും വേണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തൊരു സ്വർണ്ണമിടും കല്യാണം ഉറപ്പിക്കുന്നത് പോലെ. അത് പെണ്ണുങ്ങൾ മാത്രമാ പോകുന്നേ. ഇന്ന് കാലഘട്ടം മാറി. അന്ന് വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങൾ, ഉമ്മയും സഹോദരിമാരും അവരെല്ലാവരും കൂടെ പോയിട്ട് പെണ്ണിന്റെ ശരീരത്തിൽ സ്വർണ്ണമിട്ട് ഒരു ഉറപ്പീര് പോലെ ഒരു വാക്ക് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഡിറ്റോറിയം എടുത്തിട്ട് വലിയ പരിപാടികളാ. ഇന്ന് പുതിയാപ്പളയും വരും. പണ്ട് നിക്കാഹ് കടിക്കാൻ പോയിരുന്ന പുതിയാപ്പള ഇന്ന് സ്വർണ്ണമിടാൻ പെണ്ണുങ്ങൾ പോകുമ്പോ കൂടെ പോകും. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്തലും സ്റ്റേജും ഒക്കെ ഉണ്ട്. ഉടനെ പെണ്ണിന്റെ വാപ്പ വിളിക്കുന്നു, വാ മോനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കെറ്റിയിട്ട് 18ഉം 20ഉം കൊല്ലം പൊന്നുപോലെ വളർത്തിയ പൊന്നുമോളെ അടുത്ത് നിർത്തിയിട്ട് കേറി നിന്ന് ഫോട്ടോ എടുക്കടാ എന്ന് പറഞ്ഞ് ചാരത്ത് നിർത്തുന്ന വാപ്പ. അത് തിരിച്ചു കൊടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. നിക്കാഹ് കടിക്കാതെ തൊടാൻ പാടില്ലല്ലോ, ഹറാമല്ലേ. ആര് പറഞ്ഞു കൊടുക്കാൻ? എന്ത് ഹറാം ഉസ്താദെ? അത് നിങ്ങൾക്ക് മാത്രം ഹറാമ്. അത് നിങ്ങൾക്ക് നാട്ടുകാരെ കാണിക്കാൻ ഒരു നിക്കാഹ് നടത്തി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയാൽ എവിടേക്ക് എത്തുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്?